മട്ടൻ ബിരിയാണി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് 2.25 കപ്പ് ജീരകശാല റൈസ് അല്ലെങ്കിൽ കൈമ റൈസ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതിനാൽ 3.5 to 3.25 ഗ്ലാസ് വെള്ളമൊഴിച്ച് റൈസ് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് 3/4 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. മട്ടനിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈര്, മട്ടൺ സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് യോജിപ്പിക്കുക. ഇനി ഇത് മട്ടൻ നല്ല വേവുള്ള മട്ടൻ ആയതിനാൽ കുക്കറിലിട്ട് പകുതി വേവിച്ചെടുക്കുക. ശേഷം മസാലയിലിട്ടും വേവിക്കാം. ഞാനിവിടെ സവാള ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനു വേണ്ടി ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശേഷം സ്ലൈസ് ചെയ്ത വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല. അധികം മൂപ്പിച്ച് മസാലയിലോട്ട് ചേർത്താൽ മസാലയ്ക്ക് ഒരു കയ്പ്പ് രുചി ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ ഒരു പരുവത്തിലായിരിക്കണം ഉള്ളി ഫ്രൈ ചെയ്യേണ്ടത്. ഇനി മട്ടൻ മസാല തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പോട്ട് സ്റ്റൗവിൽ വെക്കാം. ഏത് വെസലാണോ എടുക്കുന്നത് അത് വെക്കുക. ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചെറുതായി കട്ട് ചെയ്ത് വെച്ച 3 തക്കാളിയാണ് അത് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ തക്കാളി ഒന്ന് വെന്തുടങ്ങി വരണം. അതുവരെ വഴറ്റി കൊടുക്കുക. തക്കാളി ഇവിടെ ആയിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു 15 വെളുത്തുള്ളിയും 1 വലിയ പീസ് ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ വലിയ ജീരകം കൂടി അരച്ചെടുത്ത പേസ്റ്റാണ് അത് ചേർത്ത് കൊടുത്ത് നല്ല പോലെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. അരപ്പിൻ്റെ പച്ചമണം നല്ല പോലെ പോയി കിട്ടണം. അല്ലെങ്കിൽ മസാലയ്ക്ക് അതിൻ്റെ പച്ചച്ചുവ ഉണ്ടായിരിക്കും. അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ജസ്റ്റ് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് എടുത്തതാണ് അതിട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല ഒന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം ഇതിലേക്ക് പുതിന ചേർത്ത് കൊടുക്കാം. മല്ലിയില 1 കപ്പ് ചേർത്ത് കൊടുക്കാം. പുതിന കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ ഫ്രഷായി പൊടിച്ചെടുത്തതാണ്. ഫ്രഷായി ഗരം മസാല ചേർക്കുമ്പോൾ ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റാണ്.
ഇനി ഇതിലേക്ക് നമ്മൾ പകുതി വേവിച്ചെടുത്ത മട്ടൻ ചേർത്ത് കൊടുക്കുക. മട്ടൻ സ്റ്റോക്കും ഉണ്ട്. ഇനി ഈ മസാലയിൽ കിടന്ന് നമ്മുടെ മട്ടൻ നല്ലപോലെ വെന്ത് കിട്ടണം. മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് നല്ലപോലെ മട്ടൻ വേവിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പോട്ട് സ്റ്റൗവിൽ വെക്കുക. ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. റൈസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് 3.5 to 3.25 കപ്പ് വെള്ളം, ഉപ്പിട്ട വെള്ളമാണ്, അത് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിനാൽ അത്ര വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ശേഷം അത് അടച്ചു വെച്ച് വേവിക്കാം. റൈസ് ഇവിടെ ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അധികം വെന്ത് പോകരുത് നമ്മുടെ റൈസ്, അത് ശ്രദ്ധിക്കുക. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒന്ന് അടച്ചു വെക്കാം. മട്ടനിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഒരു നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാല നല്ലപോലെ ഇളക്കി കൊടുക്കാം. കൂടുതൽ നേരം ദം ചെയ്യുകയാണെങ്കിൽ ഈ മസാലയിലേക്ക് റൈസ് ഇട്ട് ദം ചെയ്തെടുക്കാം. ഞാനിവിടെ 1 മണിക്കൂറാണ് ദം ചെയ്തെടുക്കുന്നത്. അതിനാൽ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. മട്ടൻ ഇവിടെ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. 1/4 ഭാഗം ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ റൈസ് അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിന് മുകളിൽ കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കാം. അല്പം മല്ലിയില, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ധനിയാപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിയില, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ധനിയാപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിയില, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ
ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടും കിസ്മിസും നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ ദം ചെയ്തെടുത്തതിന് ശേഷം അത് കുഴഞ്ഞു പോകും. അപ്പോൾ അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് ഗരം മസാല കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെക്കുക. ശേഷം 1 മണിക്കൂർ ദം ചെയ്യാം. ഇവിടെ 8 മിനിറ്റ് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യുക. ശേഷം ഓഫാക്കണം. ഹോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാവ് കൊണ്ട് അടച്ചു വെക്കാം. 1 മണിക്കൂറായിട്ടുണ്ട്. തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശേഷം ഇതൊന്ന് നോക്കാം. റൈസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ബിരിയാണി നമ്മുടെ റൈസിന് കൂടുതൽ മഞ്ഞ കളർ ആവശ്യമുണ്ടെങ്കിൽ മസാലയുമായി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് പ്ലേറ്റിൽ വെക്കേണ്ട രീതി, ആദ്യം കുറച്ച് മട്ടൻ എടുക്കുക, മസാലയോട് കൂടി എടുക്കുക. ഇനി അതിന് മുകളിൽ റൈസും മസാലയും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു യെല്ലോ കളർ കിട്ടും. അത് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുക. അതിന് മുകളിൽ കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്ത ഉള്ളിയും കൂടെ വെച്ച് കൊടുക്കുക. കോക്കനട്ട് ചമ്മന്തിയും തൈരും കൂടെ വെച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ മട്ടൻ ബിരിയാണി ഇവിടെ റെഡിയായി. താങ്ക് യു.